നമസ്കാരം. കാറ്റടിച്ചാൽ തീരുന്നതേയുള്ളൂ തോട്ടക്കാരൻ്റെ വാഴ്ച. അഥവാ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. ആഭ്യന്തര വകുപ്പിനെയും അതിൻ്റെ മന്ത്രിയെയും സകലമാന മനുഷ്യരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിലിരുന്ന് വീരവാദം പറഞ്ഞ ഒരുത്തനിതാ പാതിരാത്രിയിൽ പോലീസിൻ്റെ പിടിയിലായി. ഇന്നലെ രാത്രിയും FB പോസ്റ്റ് ഇട്ടിരുന്നു. സകല കുറ്റവാളികളെയും ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിക്കുന്ന കണ്ണൂരെ സഖാക്കളുടെ സംരക്ഷണത്തിലായിരുന്നു ഇയാളെന്ന് വേണം കരുതാൻ. കൊടിസുനി ഒളിച്ചു പാർത്തിരുന്ന മുടക്കോഴിമലയിലേക്ക് പോകാനായിരുന്നിരിക്കണം പ്ലാൻ. ഞാൻ വളർന്ന പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയത്. കണ്ണൂർ കപ്പക്കടവ് ബ്രാഞ്ചിൽ തുടങ്ങിയ ജീവിതം ഈ ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി ഹോമിക്കുകയായിരുന്നു. ആന വളർത്തിയ വാനമ്പാടി എന്നൊരു സിനിമ പണ്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വാനമ്പാടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓമനിച്ച് വളർത്തുകയായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതിൻ്റെയും പേനയുന്തിയതിൻ്റെയും ഒക്കെ കഥകൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. പിടിയിലാകുന്നതിന് മുമ്പ് ഈ ക്രിമിനലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ വായിക്കാം: ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയുന്തിയതിനും പ്രതികരിച്ചതിനും കൂടിയാണ് ഞാൻ കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. എന്തായാലും MV രാജനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ആയങ്കി നൽകുന്നത്. താൻ വളർന്നു വന്ന പാർട്ടിയും നേതാക്കളും തന്നെ സംരക്ഷിക്കുമെന്ന് കരുതിയാണ് അയാൾ കണ്ണൂരിലേക്ക് തന്നെ മടങ്ങിപ്പോയത്. പക്ഷേ ഇന്നലെ MV ജയരാജൻ പറഞ്ഞിരുന്നു, തൂഫാൻ തൂക്കിയതുപോലെ ആയങ്കിയെയും തൂക്കണം എന്ന്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് എനിക്ക് ആയങ്കിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്നാണ്. ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തി. എന്നെ ഇങ്ങനെ എത്തിച്ചതാണ്. എന്നെ എന്തിനെത്തിച്ചു? ആരെത്തിച്ചു? പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തുടങ്ങി വെച്ച കാര്യമായത്, തുടങ്ങി വെച്ച കളിയായത്. എന്തായാലും അവസാന നിമിഷം ആയങ്കി വളർന്നു വന്ന പാർട്ടിയും അയാളെ തള്ളിപ്പറഞ്ഞു. കൊണ്ടു നടന്ന് വളർത്തിയതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. ഇതായി അവസ്ഥ. പിണറായി അങ്കിളല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് ഈ പാവം ചെറുപ്പക്കാരനും അറിയാതെ പോയി. ഭരണം മാറിയാലും തന്നെ സംരക്ഷിക്കാൻ പോലീസിലും പാർട്ടിയിലും ആളുണ്ട് എന്ന ആത്മവിശ്വാസമാകാം ഇങ്ങനെ നിരന്തരം വെല്ലുവിളിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. കണ്ണൂരെ ചെഞ്ചോര പൂങ്കതിരായ P ജയരാജൻ്റെ മാനസപുത്രനായിരുന്നു ആയങ്കി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഇയാളോട് അത്ര താല്പര്യമില്ല. ചെറുപ്പക്കാരെ മുഴുവൻ കുടുംബം മറന്ന് തെമ്മാടികളാകാൻ പ്രേരിപ്പിക്കുന്ന ഈ പ്രസ്ഥാനം എത്രയെത്ര ജീവിതങ്ങളാണ് ഹോമിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായുസം നടത്തുന്നവരെ അവരെന്ത് വില കൊടുത്തും സംരക്ഷിക്കും. എന്നാൽ അവർ സ്വന്തം നിലയ്ക്ക് കാശുണ്ടാക്കി തുടങ്ങുമ്പോഴാണ് തള്ളിപ്പറയുക. പാർട്ടിയുടെ സംരക്ഷണവും ചെങ്കൊടിയുടെ തണലും അരിവാളിൻ്റെ മൂർച്ഛയും ജീവിതത്തിൽ കിട്ടിയതോടെ എന്ത് ക്രിമിനൽ പ്രവൃത്തികളും ചെയ്യാൻ ശക്തിയും സഹായങ്ങളും ആയങ്കിക്ക് കിട്ടി. സൈബർ കമ്മികളും അന്തങ്ങളുമാണ് ആയങ്കിയെ ഇത്രയേറെ വളർത്തി വലുതാക്കി ഒരു റീൽസ് ഗുണ്ടയാക്കി മാറ്റിയത്. റിയൽ ലൈഫിലും അയാൾ ഗുണ്ടയായി. ഒരു സിനിമാ നടന് കിട്ടുന്നത് പോലെയുള്ള ആദരവും സ്നേഹവും ആരാധനയുമാണ് അർജുൻ ആയങ്കി എന്ന ചെറുപ്പക്കാരന് കമ്മി വർഗത്തിൽ നിന്നും കിട്ടിയത്. അവന് പിറന്നാൾ കേക്ക് മുറിക്കാൻ വടിവാൾ വേണം. ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല. തന്നെ തൊട്ടാൽ നീ പെൻഷൻ വാങ്ങില്ല എന്നാണ് ഭീഷണി. ഈ ചെറുപ്പക്കാരൻ കാരണം എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര കോടി കൊള്ളയടിക്കപ്പെട്ടു, എത്ര പേർക്ക് നേരെ ഭീഷണി ഉണ്ടായി. പിണറായി വിജയൻ്റെ മൂന്നാം ഭരണത്തിനു വേണ്ടി ചില്ലറ അധ്വാനമല്ല ഈ ചെറുപ്പക്കാരനും നടത്തിയത്. പിണറായി മാത്രമല്ല, സകല ക്രിമിനൽ കേസ് പ്രതികളെയും പാർട്ടിയിലേക്ക് പൂമാലയിട്ട് മുദ്രാവാക്യം മുഴക്കി സ്വീകരിക്കുന്ന വീണ ജോർജിനെ നമ്മൾ കണ്ടതാണ്. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയ കേസിൽ PP ദിവ്യ അകത്ത് കിടന്നപ്പോൾ അവരെ ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ ചെന്നു നിന്ന ഗോവിന്ദഭഗ്നി PK ശ്യാമളയെയും ദിവ്യമോൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന PK ശ്രീമതിയെയും നമ്മൾ കണ്ടു. പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തി സഖാക്കൾ പിന്നാലെ കൂടി. കാൽവെട്ട് കേസിലെ പ്രതികളെ സുപ്രീം കോടതിയും ശിക്ഷിച്ച് അകത്തിട്ടപ്പോൾ അവർക്ക് പിന്നാലെ കണ്ണീരോടെ മുദ്രാവാക്യവും വിളിച്ചു പോകുന്ന KK ശൈലജയെ നമ്മൾ കണ്ടു. പിണറായി മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ക്രിമിനലുകളുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ആയങ്കി. പിടിയിലാകുന്നതിന് തൊട്ട് മുമ്പ് ഫേസ്ബുക്ക് ലൈവിലൂടെ വന്ന് കുറേ പരാധീനതകൾ പറഞ്ഞ് ഇയാൾ കരഞ്ഞു. അപ്പം ഒറ്റയാനാവുക, ഒറ്റപ്പെട്ടാലും ആളിക്കത്തുക എന്നുള്ളത് മാത്രമേ എൻ്റെ സിദ്ധാന്തമുള്ളൂ. എന്നെ ഇങ്ങനെ എത്തിച്ചതാണ്. ആരെത്തിച്ചു? ഒറ്റപ്പെട്ടാലും ഒറ്റയാനായി ആളിക്കത്തുക എന്നതാണ് എൻ്റെ സിദ്ധാന്തമെന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ കമ്മികൾ കൈയടിച്ചു. ചെന്നിത്തലയെ ആക്ഷേപിക്കാൻ ഒരു ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് പടം പ്രചരിപ്പിച്ചു. എന്തായാലും ആയങ്കിയുടെ അറസ്റ്റോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ടിന് പ്രസക്തി കൂടുകയാണ്. 23-ലധികം കേസുകളിൽ പ്രതിയായ ഒരു കൊടും ക്രിമിനലിനെ
ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്തിയ കേരളത്തിൻ്റെ ആഭ്യന്തര മരവാഴ മുൻപ് ആരായിരുന്നു? ഞാൻ വളർന്ന പാർട്ടി വേറെയാണെന്ന് വെല്ലുവിളിച്ച ആയങ്കിയോട് ഇപ്പോൾ പാർട്ടി തന്നെ ചോദിക്കുന്നു, അതിന് നീ ആരാടാ നാറി എന്ന്. ആയങ്കിയെ അറസ്റ്റ് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കമ്മിവർഗങ്ങൾ ഇപ്പോഴും കരയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം 2 കൈയിൽ വാച്ച് കെട്ടിയതിൻ്റെ കഥകൾ പറഞ്ഞാണത്. ആയങ്കിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എന്തുകൊണ്ടാണ് കണ്ണൂരെ സഖാക്കൾ കൊടിയും പിടിച്ച് മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി ഒരു പ്രകടനം നടത്താത്തത്? ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞു വിളിച്ച് സഖാക്കൾ കൂടെ പോകുമോ? എന്തായാലും ആയങ്കി ഫാൻസിൻ്റെ സങ്കടം കാണാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ്റെ പാർട്ടി യുവാക്കളിലുണ്ടാക്കിയ സ്വാധീനം ചില്ലറയൊന്നുമല്ല. അതിൻ്റെ ഉദാഹരണമാണ് കൊടിസുനിയും ഷാഫിയും ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും പുത്തൻപാലം രാജേഷും ഓംപ്രകാശുമെല്ലാം. ഒരു പാർട്ടിയും ജനഹൃദയങ്ങളിൽ കുടിയേറുന്നത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ബലത്തിലാകരുത്. പാർട്ടി ഗ്രാമങ്ങളിൽ വിളഞ്ഞതെല്ലാം 100 മേനി നെൽക്കതിരോ മനുഷ്യത്വമോ സഹാനുഭൂതിയോ ആയിരുന്നില്ല. എന്തായാലും പിണറായി വിജയനും എം പി ജയരാജനും തള്ളിപ്പറഞ്ഞപ്പോൾ തന്നെ ഇവൻ്റെ സമയമടുത്തു എന്ന് ജനങ്ങൾ കരുതിയിരുന്നു. അർജുൻ ആയങ്കി എന്ന ഗുണ്ടയെ നിഷ്കരണം തള്ളിയ പിണറായി വിജയനും ജയരാജനും മഹാകൊലപാതകിയായ കൊടിസുനിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെ. നേതാക്കൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇയാൾ കൊളിയിടങ്ങൾ ഒരുക്കാൻ അണികൾ തയ്യാറായിട്ടുണ്ടാകില്ല. എന്നെ ഇങ്ങനെ ആക്കിത്തീർത്തതാണ് എന്നൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. ആക്കിത്തീർത്തെങ്കിൽ അതിൻ്റെ കണക്ക് താൻ പാർട്ടിയോട് ചോദിക്കണം. ഒരു പോലീസ് സംവിധാനത്തെ ഒരുത്തൻ വെല്ലുവിളിച്ച് വീരപരിവേഷത്തോടെ കറങ്ങുക എന്ന് വെച്ചാൽ അത് സമൂഹത്തിനേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. പിണറായിയുടെ ഭരണകാലം കഴിഞ്ഞതോടെ എത്രയെത്ര എണ്ണമാണ് നിയമത്തിന് മുമ്പിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നത്. ഒടുവിലിതാ പോലീസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി ഒരായെങ്കിലും ഇവിടെ പൊട്ടിമുളയ്ക്കരുത്. പാർട്ടി വളർത്തിയ ഈ ക്രിമിനൽ ഗുണ്ടാസംഘങ്ങളുടെ തേർവാഴ്ചയിൽ മനസ്സുവേദനിച്ച ജനങ്ങൾ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ എടുത്ത് നിലത്ത് കിടത്തിയത്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാരനും ആണിക്കല്ലും മൂലാധാരപ്പൊരുളും ഈ പിണറായി വിജയൻ എന്ന ഒറ്റ മനുഷ്യനാണ്. ചെറുപ്പക്കാരെ മുഴുവൻ അഴിഞ്ഞാടാൻ പ്രേരിപ്പിച്ചതും കയറൂരി വിട്ടതും തൻ്റെ ഭൂതഗണങ്ങളാക്കി മാറ്റി അവരെ നെറുകേടുകൾക്കായി പറഞ്ഞയച്ചതും ഈ മഹാനായിരുന്നു. ചെറുപ്പക്കാരുടെ തലതല്ലിപ്പൊളിക്കുന്ന രക്ഷാപ്രവർത്തനം ഇനിയും അതുപോലെ തുടരണമെന്ന് ആഹ്വാനം ചെയ്ത മഹത് വ്യക്തിയാണ് അദ്ദേഹം. തന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരുടെ മുഴുവൻ ജീവിതം തല്ലിക്കെടുത്തിയിരിക്കുന്നു പിണറായി വിജയൻ. വണ്ടേ നീ തുലയുന്നു, വീണ ഈ വിളക്കെല്ലാം കെടുത്തുന്നു.